ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. കാന്താരി ടോപ്പിക് ടാസ്ക് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടാസ്കിൽ നിവിൻ ആൻഡ് ശൈത്യ ആണ് ഏറ്റുമുട്ടുന്നത്. അവർ തമ്മിലുള്ളൊരു ഡിബേറ്റാണ് കാണിക്കുന്നത്. അതിൽ ബിഗ് ബോസ് ഹൗസിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിൽക്കാൻ യോഗ്യത എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് രണ്ടുപേരും ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ ആദ്യം തന്നെ ശൈത്യ ആയിരിക്കും നല്ല രീതിയിൽ സംസാരിക്കുന്നത് എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ എല്ലാവരുടെയും ധാരണയെ തെറ്റിച്ചുകൊണ്ട് നിവിൻ ശൈത്യയ്ക്ക് നേരെ ആഞ്ഞടിക്കുകയായിരുന്നു. ഈ ഒരു ടാസ്കിൽ ശരിക്കും നിവിൻ്റെ ഒരു പുതിയ മുഖം തന്നെയാണ് എല്ലാവരും കാണുന്നത്. അതുപോലെ ശൈത്യയ്ക്ക് നേരെ ആഞ്ഞടിക്കുകയായിരുന്നു നിവിൻ. നിവിൻ പറയുന്നുണ്ട്, അനുമോളുടെ പാവാടയാണ് ശൈത്യ എന്നാണ് നിവിൻ പറയുന്നത്. അത് കേട്ട സഹിക്കാനാവാതെ ശൈത്യ പൊട്ടിക്കരയുകയാണ്. അനുവിൻ്റെ പാവാടയാണ് ശൈത്യ എന്ന് പറഞ്ഞത് ശൈത്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അക്ബർ ആൻഡ് അഭിലാഷ് തമ്മിലുള്ള ഡിബേറ്റ് ടാസ്ക് ആയിരുന്നു. അതിൽ അക്ബറാണ് ജയിച്ചത്. പിന്നീട് അനുമോളും രണയുമാണ് അടുത്ത ഡിബേറ്റിന് ഏറ്റുമുട്ടേണ്ട ആൾക്കാരായിട്ട് വന്നിരിക്കുന്നത്. ഇവർ തമ്മിൽ ഓൾറെഡി ശത്രുക്കളാണ്. ഡിബേറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ആ ഒരു ടാസ്കിൽ ഏജും ജീവിതാനുഭവവും തമ്മിൽ റിലേഷൻ ഉണ്ട് എന്നാണ് അനുമോൾ സംസാരിക്കേണ്ടത്. അതുപോലെ തന്നെ രണ സംസാരിക്കേണ്ടത് ഏജും ജീവിതാനുഭവവും തമ്മിൽ ബന്ധമില്ല എന്നുള്ള രീതിയിലായിരുന്നു രണ സംസാരിക്കേണ്ടത്. ഈ ഏജ് റിലേറ്റഡ് ആയിട്ട് നേരത്തെയും കുറേ പ്രശ്നങ്ങൾ അവിടെ നടന്നിരുന്നല്ലോ. കാരണം രണ പ്രായത്തിന് മൂത്ത ആൾക്കാരെ ഒന്നും റെസ്പെക്റ്റ് ചെയ്യാതെയും അങ്ങനെ കുറേ ഇഷ്യൂസ് ഓൾറെഡി അവിടെ നടന്നിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ടോപ്പിക്ക് കൊടുത്തത്. എന്നാൽ രണ ഓൾറെഡി ഇതിനോടകം തന്നെ ഏജ് കൂടിയ പല കണ്ടസ്റ്റൻസുമായിട്ടും അവിടെ നല്ല രീതിയിൽ ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ സംസാരിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കോണ്ടന്റിന് വേണ്ടിയാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുകയും ചെയ്തിരുന്നു. രണ ഇതൊക്കെ ചെയ്യുന്നത് കോണ്ടന്റിന് വേണ്ടിയാണ്, ഗെയിമിന് വേണ്ടിയാണ് എന്നും കേട്ടിരുന്നു. എനിവേ, ഇങ്ങനെ ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിബേറ്റ് ടാസ്കിൽ അനുമോൾ രണയ്ക്ക് എതിരായിട്ടൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ രണ തിരിച്ച് അനുമോളെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയും അങ്ങനെ ഈ ഒരു ടാസ്കിൽ രണയാണ് ജയിച്ചത്. അനുമോൾ പുറത്തായി. ഈ ഒരു ടാസ്ക് എല്ലാം ബിഗ് ബോസ് കൊടുക്കുന്നത് ഇവരുമായിട്ട് തന്നെ കണക്ട് ചെയ്യുന്ന രീതിയിലാണെന്ന് നമുക്ക് തോന്നിപ്പോകും ഈ ഒരു ടാസ്കിൻ്റെ ഒക്കെ ഓരോ ടോപ്പിക്ക് കേട്ട് കഴിഞ്ഞാൽ. കാരണം നേരത്തെ ഇവർ തന്നെ അവിടെ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളെയും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ഓരോ ടാസ്ക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് രേണു ആൻഡ് ബിന്നി ഇവർ തമ്മിലാണ് അടുത്ത ഒരു ഡിബേറ്റ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ടോപ്പിക്ക് ശുചിത്വം സാഹചര്യവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്നതാണ് ടോപ്പിക്ക്. ശുചിത്വം, അതായത് വൃത്തി സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ആണ് എന്നാണ് അതിനെക്കുറിച്ചിട്ടാണ് രേണു സംസാരിക്കേണ്ടത്. എന്നാൽ അതിൻ്റെ അങ്ങനെയല്ല എന്ന് ഓപ്പോസിറ്റ് ആയിട്ട് വേണം ബിന്നി സംസാരിക്കാൻ. ഇതൊക്കെ നേരത്തെ അവിടെ നടന്ന ഇൻസിഡൻറ്റ് തന്നെയാണ്. രേണുവിൻ്റെ കാര്യത്തിലൊക്കെ വൃത്തിയെ പറ്റിയിട്ടൊക്കെ കുറച്ച് ഡിസ്കഷൻസ് നേരത്തെ നടന്നിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കണക്ട് ചെയ്യുന്നൊരു ടാസ്ക് തന്നെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ധൈര്യശാലിയെയും അതുപോലെ തന്നെ പേടിത്തൊണ്ടനെയും സെലക്ട് ചെയ്യുന്ന ഒരു രസകരമായിട്ടുള്ള ടാസ്ക് ആയിരുന്നു. അതിൽ ആദില ആൻഡ് നൂറ സെലക്ട് ചെയ്യുന്നു, ധൈര്യശാലിയായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ആര്യൻ പേടിത്തൊണ്ടനായിട്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ആര്യൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിൽ ആര്യൻ പറയുന്നു അനുമോൾക്ക് സംസാരിക്കാനുള്ളൊരു കഴിവൊന്നും ഇല്ല എന്നും. ആ ഒരു ഡിബേറ്റ് ടാസ്കിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം പറയുന്നത്, സംസാരിക്കാനുള്ളൊരു കഴിവ് ഇല്ല എന്നും. എന്നാൽ ആൾ പാവമാണ് എന്നൊക്കെ ആര്യൻ അവിടെ ഇരുന്ന് ജിസയിലുമായിട്ട് സംസാരിക്കുന്ന ഒരു രംഗമാണ് പിന്നീട് കാണിക്കുന്നത്. പിന്നീട് ആര്യൻ അനുമോളുടെ മുഖത്ത് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ എന്തോ വെച്ചുകൊണ്ട് വരുമ്പോൾ അതിങ്ങനെ വൃത്തിയാക്കുന്ന ആര്യൻ ചെന്നിട്ട് അത് അനുമോളുടെ മുഖം വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു സീനാണ് പിന്നീട് കാണിക്കുന്നത് കിച്ചണിൽ വെച്ചിട്ട്. എന്നാൽ മുന്നിൽ നിൽക്കുന്ന ജിസൈലിൻ്റെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ജിസൈലിന് അത് തീരെയും ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ജിസൈലിൻ്റെ നിൽപ്പും കാര്യങ്ങളുമൊക്കെ. അടുത്തതായിട്ട് പ്രമോ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രമോയിൽ കാണിക്കുന്നത് ശൈത്യയുടെ ചില ഫാമിലി മാറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വിഷമിച്ച് സംസാരിക്കുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. അറ്റ് ദാറ്റ് ടൈം ആര്യനും രണയും കൂടെ അവിടെ ഇരുന്ന് കളിയാക്കി എല്ലാവരും ഇരിപ്പുണ്ട്. എന്നാൽ അവർക്കിടയിൽ ആര്യനും രണയും മാത്രം ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്ന ഒരു സീനാണ് കാണുന്നത്. എന്നാൽ അതിനെ ഭയങ്കരമായിട്ട് തന്നെ എതിർത്തുകൊണ്ട് അഭിലാഷ് രംഗത്ത് വരികയും ആര്യൻ രണയോടും ഭയങ്കരമായിട്ട് ചൂടാവുകയും ചെയ്യുന്ന ഒരു രംഗമാണ് പ്രമോയിൽ കാണിക്കുന്നത്. ലൈവ് അപ്ഡേറ്റ്സ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക.
ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ഓൾസോ. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.